ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നിനക്കല്ലേ ഇവരൊപ്പം ജീവിക്കേണ്ടത്. ഈ ചാവടി ദീപക് വേണ്ട. എന്തേ കാണിക്കുന്നത്? ദീപക് വേണ്ട. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് രാജുവിനെയാ. രാജുവിനൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ മരിക്കും. എനിക്ക് ഈ വീട്ടിൽ തന്നെ നിന്നാ മതി. മാഡം, മാഡം എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. മാഡം ഇവിടുന്ന് പോണം. മാഡത്തിന് എല്ലാം അറിയാവുന്നതല്ലേ. നമ്മൾ തമ്മില് വിവാഹം ഒന്നും കഴിഞ്ഞിട്ടില്ല. മാഡം അത് മനസ്സിലാക്കണം. മാഡത്തിനെ ഞാൻ സ്നേഹിക്കുന്നില്ല. എന്റെ ഒപ്പം മാഡം ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. മാഡത്തിനെ സ്നേഹിക്കാനോ പ്രണയിക്കാനോ എനിക്ക് കഴിയില്ല. മാഡത്തിന് ഞാൻ അങ്ങനെയല്ല കണ്ടിരിക്കുന്നത്. നീ മിണ്ടിപ്പോരുത്. ഒരു പെൺകുട്ടിയുടെ ജീവിത നീട്ടി തട്ടി കളിക്കണത്. എന്റെ മകനാണ് ഞാൻ നോക്കില്ല. വേണുങ്ങളെ, രാജുവിനെ വഴക്ക് പറയല്ലേ. ഞാൻ രാജുവിനെ പറഞ്ഞു മനസ്സിലാക്കാം. രാജു, ഞാൻ പറയുന്നൊന്ന് രാജു കേക്ക്. മാഡം, രാജുവിനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് രാജുവിന് അറിയില്ല. എത്ര തവണ ഞാൻ എന്റെ പ്രണയം രാജുവിനോട് തുറന്നു പറഞ്ഞതാ. പ്ലീസ് രാജു, ഒന്ന് മനസ്സിലാക്ക്. ഞാനിവിടെ നിങ്ങളുടെ വീട്ടില് ഒരംഗത്തെ പോലെ നിന്നോളാം. രാജുവിന്റെ ഭാര്യയായിട്ട് കാണണ്ട. രാജുവിനെ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞത് വെറുതെയാണെന്ന് പറഞ്ഞാ മതി. ഞാൻ ഇവിടെ നിന്നോളാം. മാഡം എന്താ ഈ പറയുന്നേ? മാഡം തിരികെ പോ. നീ ഋതികമോളോട് ഇറങ്ങിപ്പോവാൻ പറയാണോ? അതെ, ഇവിടെ അല്ല ഋതിക മാഡം വേണ്ടത്. അവിടെ വർമ്മ സാറിന്റെ വീട്ടില്. ഋതിക മാഡം ഇവിടുന്ന് പോയേ പറ്റൂ. മാഡം വാ, ഞാൻ കൊണ്ടുപോയാക്കാം. ഇല്ല, ഞാൻ പോവില്ല. എന്നെ പറഞ്ഞു വിടാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ചാവും. ഞാൻ പോവില്ല. ഓഹോ, എനിക്കറിയായിരുന്നേ നീ ഇവിടേക്ക് വരുമെന്ന്. ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് ഇവളുടെ കെട്ടി താലി കെട്ടിട്ടില്ലെന്ന് നീ പറഞ്ഞാലടാ. പിന്നെ എന്തിനാടാ ഇവളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? നീ വിളിച്ചിട്ടായിരിക്കല്ലോ ഇവളെ ഇങ്ങോട്ട് വന്നത്. ദീപക്, നീ സമാധാനപ്പെട്. അങ്ങനെയൊന്നും അല്ല. ഋതിക മാഡത്തിന്റെ വിഷമം കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന. പിന്നെ അവൾക്ക് മാത്രമേ ഉള്ളൂ വിഷമം. വേറെ ആർക്കും ഇവിടെ വിഷമം ഇല്ലല്ലോ. വേറെ ആരും മനുഷ്യരല്ലല്ലോ. ഋതികേ, നീ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ല, ഞാൻ വരില്ല. ഋതികേ, ഞാൻ പറയുന്ന കേക്ക്. വരാൻ. ഇല്ല, ഞാൻ വരില്ല. രാധമേ, പറ. മോനെ, മോനൊന്ന് സമാധാനപ്പെട്. ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മോളെ തിരികെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. നിങ്ങള് കുറെ കൊണ്ടുവിടും. ദേ തള്ളേ, കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കല്ലേ. അതെന്റെ അമ്മയാ, സൂക്ഷിച്ച് സംസാരിക്കണം. നീ കാണിക്കുന്ന നെറികേടിനെ നിന്റെ തന്തയോടും തള്ളയോടും പിന്നെ നിന്നോട് ഇങ്ങനെയൊന്നുമല്ല സംസാരിക്കേണ്ടത്. രാജു, നീ വളച്ചിലെടുക്കാതെ അവളെ പറഞ്ഞുവിട്. ഞാൻ അതിനിവിടെ ആരും പിടിച്ചു വെച്ചിട്ടില്ല. ഞാൻ വരില്ല. ഞാൻ സ്നേഹിക്കുന്ന രാജുവിനെ വിട്ട് ഞാൻ ഇങ്ങോട്ട് വരില്ല. ഉറപ്പാണോടി നീ ഇവന്റെ ഒപ്പേ ജീവിക്കും? അതെ, ഞാൻ ജീവിക്കുകയാണെങ്കിൽ അത് രാജുവിനൊപ്പമായിരിക്കും. നിന്നെ ഞാനും മനസ്സിൽ ഒരുപാട് കൊണ്ടു നടന്നതാ. നീയുമായിട്ടുള്ള ജീവിതം ഞാനും സ്വപ്നം കണ്ടതാ. ഇനി അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ലെങ്കിൽ, നീ രാജുവിന്റെ ഒപ്പമാണ് ജീവിക്കുന്നെങ്കിൽ അത് നടക്കില്ലടി. ഈ ദീപക് അതിനെ സമ്മതിക്കില്ലടി. വേണ്ട. അയ്യോ.
എന്താ ചെയ്യുന്നെ? വേണ്ട. ദേ, ഒരുപാടാ ഇത്. എന്റെ നിയന്ത്രണം വിട്ട് നിൽക്കുവാ. എല്ലാത്തിനും ഞാൻ കൊല്ലും. ദീപക് വിടാ അവിടെ. അല്ലെങ്കിൽ നിന്റെ തൊള്ളയെ ഞാനിപ്പോ കൊല്ലും. ദീപക് വിട. വേണ്ട പറഞ്ഞെ. ദീപക് ഇല്ല. നിനക്കല്ലേ ഇവരൊപ്പം ജീവിക്കേണ്ടത്. ഈ ചാവടി. ദീപക് വേണ്ട. എന്തേ കാണിക്കുന്നത്? ദീപക് വേണ്ട. അവിവേകം കാണിക്കുന്നത് ദീപക്. വിടും. ദീപക് വേണ്ട. ദീപക് വിടും. ദീപക് വേണ്ട. ഋതിക വേണം. മോനെ എന്താടാ എന്തു പറ്റി? അമ്മേ, ഋതിക മേഡത്തിന് ദീപക് എന്തു പറ്റിയടാ? ഋതിക മേഡത്തിനെ അവൻ ഗണ്ണുകൊണ്ട് ഷൂട്ട് ചെയ്തു. രാജു നീ എന്താ ഈ പറയുന്നേ? ഋതിക മേഡം അവൻ എന്റെ മുന്നിൽ മേഡത്തെ ഷൂട്ട് ചെയ്തു. എന്തു പറ്റി? അമ്മേ, ഞാനൊരു സ്വപ്നം കണ്ടതാ. ഋതിക മേഡത്തിന് അവൻ മോനെ നീ മനസ്സിൽ ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ടാ. ഒന്ന് സമാധാനപ്പെട. ഋതിക മോള് വീട്ടിലല്ലേ? വർമ്മ സാറും അവിടെ ഇല്ലേ? ഒന്നും സംഭവിക്കില്ലടാ. ചേച്ചി, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ആ ദാ, കുടിക്കാൻ. അമ്മേ വാ. എന്താടാ നീ സ്വപ്നം കണ്ടത്? ഋതിക മേഡം നമ്മുടെ വീട്ടിലേക്ക് വരുന്നതായും പിന്നാലെ ദീപക് വന്ന് ഉപദ്രവിക്കുന്നതായിട്ടാ ഞാൻ സ്വപ്നം കണ്ട. മോനെ, അത് നിനക്ക് മാഡത്തോടുള്ള സ്നേഹം കൊണ്ടാ. മാഡം അകന്നു പോകുന്നത് നിന്റെ ഉൾമനസ്സിന് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത്. അല്ലച്ച, അങ്ങനെയൊന്നും അല്ല. അച്ഛ, ഞാൻ കുറച്ചു നേരം ഒന്ന് തന്നെ ഇരിക്കട്ടെ. ശരി മോനെ.